ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ സ്ഥാനാർത്ഥിയെ പൊടുന്നനെ ഏകപക്ഷീയമായി അങ്ങ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുൻമന്ത്രി സന്തോഷ് കുമാർ നിരാലയെയാണ് രാജ്പൂർ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും മുമ്പാണ് ഏകപക്ഷീയ പ്രഖ്യാപനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇത്തരത്തിലൊരു ഏകപക്ഷീയമായ പ്രഖ്യാപനം, മറ്റുള്ളവർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ബീഹാറിലെ NDAയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആരംഭിക്കാനിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ JDUവിൻ്റെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്പൂർ സീറ്റിൽ നിന്നും സ്ഥാനാർത്ഥിയായി മുൻ മന്ത്രി സന്തോഷ് കുമാർ നിരാലയുടെ പേരാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ബക്സറിൽ നടന്ന പാർട്ടി യോഗത്തിൽ വെച്ച് ഈ ഉപമുഖ്യമന്ത്രി BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയും JDUവും ഒരേ സീറ്റുകളിൽ തന്നെ, തുല്യ സീറ്റുകളിൽ തന്നെ മത്സരിക്കാനൊരു ധാരണ നേരത്തെ എത്തിയിരുന്നെങ്കിലും കഴിഞ്ഞയാഴ്ച ചേർന്ന JDUവിൻ്റെ പാർട്ടി നേതൃത്വ യോഗത്തിൽ BJPയേക്കാൾ ഒരു സീറ്റ് കൂടുതൽ JDUവിന് വേണം എന്ന ഒരു ആവശ്യം ഉയർന്നിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ പരസ്യമായ ചർച്ചകളോ വിലപേശലുകളോ നടക്കും മുമ്പാണ് നിതീഷ് കുമാർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ പ്രഖ്യാപനത്തോട് BJP അതൃപ്തി ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല. NDAയുടെ നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ NDA കഴിഞ്ഞ തവണ JDU മത്സരിച്ച സീറ്റുകളിലെ സ്ഥാനാർത്ഥിയെ നിതീഷ് കുമാറിന് തീരുമാനിക്കാൻ ആവുന്നതാണ്. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്നും, കൂടാതെ നിരാല കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും അതിന് മുമ്പ് 2 തവണയും ഈ രാജ്പൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് എന്നുമാണ് BJP ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJP 115 സീറ്റുകളിലും JDU 110 സീറ്റുകളിലുമായിരുന്നു മത്സരിച്ചത്. പിന്നീട് BJPയുടെ 11 സീറ്റുകൾ VIPക്കും JDUവിൻ്റെ സീറ്റുകൾ സഖ്യകക്ഷിക്ക്, മറ്റൊരു സഖ്യകക്ഷിക്ക് 7 സീറ്റുകളും നൽകിയിരുന്നു. എന്തായാലും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ BJP ആയിരുന്നു മത്സരിച്ചിരുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ്. മൈ സ്റ്റേറ്റ് മൈ റൂൾസ് എന്നുള്ളതാണോ നിതീഷ് കുമാറിന്റെ മനോഗതമെന്ന് അറിയില്ല. എന്നാൽ ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകും, നിങ്ങൾ വന്നാൽ മതി എന്നുള്ളതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഏകപക്ഷീയമായി സീറ്റ് വിഭജന ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP നേതാവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി ഞാനങ്ങ് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുന്നതൊക്കെ മുന്നണി മര്യാദയ്ക്ക് ചേർന്നതാണോ അതോ നിതീഷ് പറയും ഞാൻ കാര്യങ്ങൾ പറയും നിങ്ങൾ അനുസരിക്കും എന്നാണോ ലൈൻ അറിയില്ല. ബാക്കിൽ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കാൻ അറിയില്ല. സാധാരണ അങ്ങനല്ല, മര്യാദ അങ്ങനെയാണോ? അറിഞ്ഞോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.